അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായിട്ടുള്ള അനുഗ്രഹത്താൽ ഒരു റമദാൻ കൂടെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു റമദാൻ എല്ലാ അർത്ഥത്തിലും വേറിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ ലോകത്ത് ഒരാൾക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് ഈ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യങ്ങളെ മറികടക്കാനുള്ളത് എങ്ങനെ നമുക്ക് ഈ സാഹചര്യങ്ങളിലും നമുക്ക് ശോഭിക്കാൻ കഴിയുമെന്ന് ഓരോ ആളുകളും ചിന്തിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു റമദാനാക്കി മാറ്റാൻ, ഈ റമദാൻ ആ രൂപത്തിൽ ഏറ്റവും നല്ല റമദാനാക്കി മാറ്റാൻ പറയുന്ന ഞാനും കേൾക്കുന്ന ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ വിഷയത്തിൽ ഊന്നിന്നുകൊണ്ട് ആ ഒരു വിഷയത്തിൻ്റെ വ്യത്യസ്ത തലങ്ങൾ അത് കഴിയുന്നത്ര ഫോക്കസ് ചെയ്യുക. അതാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു പ്രഭാഷണത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പരമ്പരയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഈമാനാണ്. ഈമാൻ എന്നുള്ള ആ വിഷയത്തെ വ്യത്യസ്ത തലങ്ങളിൽ നമ്മൾ നോക്കിക്കാണാനുള്ളൊരു ശ്രമമാണ്. അതുവഴി നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കാൻ അല്ലെങ്കിൽ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അത് കേൾക്കുന്ന ആളുകൾ സമ്പൂർണ്ണമായിട്ട് ഇത് എത്ര എപ്പിസോഡുകളാണോ വരുന്നത് അത് മുഴുവനായിട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്താണ് ഈമാൻ? ഈമാൻ എന്നുള്ള ഒരു പദം, ആ പദത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാമത്തെ ഭാഗത്തിൽ പ്രവേശിക്കും. അതിൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ളൊരു ഡെഫിനിഷൻ നമുക്കെല്ലാവർക്കും അറിയാം. ഈമാൻ കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. ജിബ്രീൽ ഹദീസ്, പ്രസിദ്ധമായിട്ടുള്ള ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സന്ദർഭത്തിൽ എന്താണ് ഈമാൻ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി 6 കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ മലക്കുകളിലും വേദഗ്രന്ഥങ്ങളിലും പ്രവാചകരിലും അന്ത്യനാളിലും അതേപോലെ തന്നെ വിധിയിലുമുള്ള വിശ്വാസങ്ങൾ. ഈ 6 കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങളായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് കേവലം ഉരുവിടുക അല്ലെങ്കിൽ ആ രൂപത്തിൽ നമ്മൾ പറയുന്നതിൽ മാത്രം പരിമിതമാണോ ഈമാൻ? അല്ലെങ്കിൽ അത് കേവലം ഒരാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അയാളുടെ ഈമാൻ പൂർത്തിയാകുന്നുണ്ടോ? പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈമാനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ 3 സ്തംഭങ്ങൾ അവർ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തെ അതിൻ്റെ സ്തംഭമായിട്ട് കടന്നു വരുന്നത് ഈ ഇഅ്തിഖാദും ബിൽ ഖൽബ് അല്ലെങ്കിൽ തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയത്തിൽ അടിയുറച്ച ബോധ്യം അല്ലെങ്കിൽ ആ കൺവിക്ഷൻ, ദൃഢവിശ്വാസം, യഖീൻ. അതാണ് ഒന്നാമത്തെ അതിൻ്റെ തൂണായിട്ട് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പിന്നീട് നമ്മൾ വരും. അപ്പോൾ ഹൃദയത്തിൽ അടിയുറച്ച വിശ്വാസം അത് വന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ തൂണായിട്ട് കടന്നു വരുന്നത് ഖൗലും ബിൽ ലിസാൻ, അത് നാവ് കൊണ്ട് ഉച്ചരിക്കുക അല്ലെങ്കിൽ നാവ് കൊണ്ട് ഉരുവിടുക. അതുകൊണ്ടും ആയില്ല, മൂന്നാമതായിട്ട് പറയുന്നത് വ അമലും ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ട് അത്, അതായത് ഹൃദയത്തിലുള്ള അടിയുറച്ച വിശ്വാസം അവയവങ്ങളിലൂടെ പ്രവർത്തനമായിട്ട് പുറത്തേക്ക് വരിക. അപ്പം ഈ 3 സ്തംഭങ്ങൾ, അതോടൊപ്പം യസീദു ബി ത്വാഅ വ യൻഖുസു ബിൽ ഇസ്യാൻ, ആ ഈമാൻ്റെ ഒരു ഫ്ലക്ച്വേഷൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അനുസരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ നമ്മൾ നന്മ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ, നന്മയിൽ നമ്മൾ വ്യാപൃതരാകുന്ന സന്ദർഭത്തിൽ ആ ഈമാൻ വർദ്ധിക്കും. അതേ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണക്കേട് കാണിക്കുന്ന സന്ദർഭത്തിൽ, തിന്മയിലേക്ക് നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ കുറയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഏറ്റക്കുറച്ചിൽ ഈമാൻ ഉണ്ടാകുന്നുള്ള ഇൻഷാ അല്ലാഹ് അതെല്ലാം നമ്മൾ വിശദീകരിക്കും. ഇപ്പോൾ 3-ൽ ആദ്യമായിട്ട് നമ്മൾ പറയപ്പെട്ടത് ഇഅ്തിഖാദും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള ദൃഢബോധ്യം അല്ലെങ്കിൽ അടിയുറച്ച വിശ്വാസമാണ്. ഹൃദയത്തിൽ അതേ രൂപത്തിൽ വിശ്വാസം അടിയുറക്കണമെങ്കിൽ 3 കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ അറിയലാണ് ആദ്യത്തെ പടി. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റിസ്ഖ് നൽകുന്നവൻ, റസാഖായിട്ടുള്ളവൻ. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട പ്രവാചകനാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് പരിശുദ്ധ ഖുർആൻ, വേദഗ്രന്ഥം. ഇതെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. അന്തായിട്ടല്ല വിശ്വസിക്കേണ്ടത്, അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ട് മനസ്സിലാക്കിയ നമ്മൾ അതിനെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല
പരിശുദ്ധ ഖുർആൻ സൂറത്തു മുഹമ്മദിന്റെ 19-ാമത്തെ വചനത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹനെന്ന് അന്തായിട്ടല്ല നീ വിശ്വസിക്കേണ്ടത്. ഫഅലം, നീ അറിയുക. അപ്പം അറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം മനുഷ്യനോട് തഫക്കുറും തദബ്ബുർ അല്ലെങ്കിൽ ചിന്തയും പഠനമെല്ലാം ഇന്റലക്ച്വൽ എക്സസൈസുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്തുകൊണ്ട് നിങ്ങൾ ഈ ഖുർആനെ സംബന്ധിച്ച് ചിന്തിക്കുന്നില്ല? അതേ രൂപത്തിൽ ചിന്തയിലൂടെയും പഠനത്തിലൂടെയും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടാമത്തെ പടിയായിട്ട് കടന്നു വരുന്നത് ആ അറിഞ്ഞതിനെ അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പം ഒരു സൃഷ്ടാവ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടാവെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. രണ്ടാമത് ഒന്ന് കേവലം ഒരു അംഗീകരിക്കൽ മാത്രമാണ്, രണ്ടാമത് അത് യഖീനാണ്, അടിയുറച്ച് വിശ്വസിക്കുകയാണ്. ഇപ്പം നിരവധി ആളുകൾക്ക് സൃഷ്ടാവുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവെന്ന് പല ആളുകളും ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൃഷ്ടാവ്, അവന് മാത്രമാണ് ജീവിതത്തെ സമർപ്പിക്കേണ്ടതെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ കുറവാണ്. അത് ഈമാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് രണ്ടാമത്തെ പടി. ആ രൂപത്തിൽ അറിഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ അവിടെയും പൂർത്തിയാകുന്നില്ല. മൂന്നാമതായിട്ട് ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്നത് ആ വിശ്വസിച്ച കാര്യങ്ങളുമായിട്ട് ഒരു വൈകാരിക കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമ്മൾ ഹൃദയത്തിൽ കടന്നു വരേണ്ടതുണ്ട്. ആ രൂപത്തിൽ അതുമായിട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ടൊരു കണക്ഷൻ വരുന്ന സന്ദർഭത്തിലാണ് ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടങ്ങാത്ത സ്നേഹം, അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള ഭയം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുസരണക്കേട് കാണിക്കുന്ന സന്ദർഭത്തിലെല്ലാം ഉണ്ടാകുന്ന ഭയം, അതേപോലെ തന്നെ അവനിലുള്ള പ്രതീക്ഷ, അവൻ്റെ പാപമോചനത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷയെല്ലാം ഹൃദയത്തിൽ വരുമെന്നുള്ളതാണ്. അതെല്ലാം ദൃഢബോധ്യം നമ്മൾ ആ ഇമോഷണലായിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും മുളച്ചു വരുന്ന ഉത്ഭവിക്കുന്ന വികാരങ്ങളാണ്. അപ്പം നമുക്കറിയാം ഭയവും അതേപോലെ തന്നെ പ്രതീക്ഷയും അതേപോലെ തന്നെ സ്നേഹം, അതെല്ലാം ഹൃദയത്തിൻ്റെ വികാരങ്ങളാണ് പരിശുദ്ധ ഖുർആൻ്റെ ഭാഷയിൽ. അപ്പം അതെല്ലാം ആ ദൃഢവിശ്വാസത്തിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഹൃദയത്തിൽ രൂപപ്പെടുന്നതാണ്. അപ്പം അത്തരത്തിൽ അത് ഹൃദയത്തിൽ രൂപപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നാവിലൂടെ പുറത്തു വരും. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞത് ഖൗലും ബിൽ ലിസാൻ. അത് നാവിലൂടെ, നമുക്കറിയാം ഹൃദയത്തിലുള്ളതാണ് നാവിലൂടെ പുറത്തു വരിക. നമ്മൾ പറയാറുണ്ട് ഹൃദയം എന്നുള്ളത് ഹൃദയത്തിൻ്റെ ട്രാൻസ്ലേറ്റർ ആണ് നാവ്, ഹൃദയത്തിൻ്റെ പരിഭാഷകനാണ് നാവ്. അതല്ലെങ്കിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മനോഹരമായിട്ട് പറയുന്നുണ്ട്, ഹൃദയം എന്ന ആ പ്ലേറ്റിലേക്കുള്ള സ്പൂണാണ് നാവ്. അതേ രൂപത്തിലെല്ലാം പണ്ഡിതന്മാർ പറയാറുണ്ട്. ഇപ്പോൾ ഹൃദയത്തിലുള്ളത് നാവിലൂടെ അത് ഉരുവിടുക, അതാണ് രണ്ടാമത്തെ സ്തംഭമായിട്ട് നമ്മൾ പറഞ്ഞത്. അവിടെയും പൂർത്തിയാകുന്നില്ല. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും, അമലും ബിൽ ജവാരിഹ്. അത് ആ ഹൃദയത്തിലുള്ള വിശ്വാസം അത് അവയവങ്ങളിലൂടെ കർമ്മമായിട്ടത് പ്രതിഫലിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹൃദയത്തിൽ ആ വിശ്വാസം വേരുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലങ്ങൾ കർമ്മങ്ങളിലൂടെ പുറത്തേക്ക് ഒഴുകേണ്ടതുണ്ട്, അല്ലെങ്കിൽ കർമ്മങ്ങളിലൂടെ അത് പ്രതിഫലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും പ്രതിഫലിക്കുന്നില്ലെങ്കിൽ അവിടെ വേരുറച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ വേരിനെന്തോ കുഴപ്പമുണ്ട്. ആ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഹൃദയത്തിലെ വിശ്വാസം, ദൃഢവിശ്വാസം വന്നു കഴിഞ്ഞാൽ ആ വിശ്വാസത്തെ നമ്മുടെ ഇമോഷനുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ വൈകാരികമായിട്ടൊരു ബന്ധം ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഹൃദയത്തിലുള്ള ചില വികാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് അടങ്ങാത്ത സ്നേഹം നമ്മളിൽ നിന്ന് ഉത്ഭവിക്കും. അപ്പോൾ സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ ആ സ്നേഹം ഒരു ആക്ഷൻ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. ഞാൻ എൻ്റെ കുട്ടിയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട്. അങ്ങേയറ്റം സ്നേഹിക്കുന്ന സന്ദർഭത്തിൽ എൻ്റെ കുട്ടി ഒരു അപകടത്തിലേക്ക് എൻ്റെ കൺമുമ്പിൽ വെച്ച് നടന്നു നീങ്ങുന്ന സന്ദർഭത്തിൽ ഞാനത് കണ്ടിട്ടും അത് അവഗണിച്ചുകൊണ്ട് അവിടെ ഇരിക്കില്ല. അത് കാണുന്ന സന്ദർഭത്തിൽ ഒരു ആക്ഷൻ എന്നിൽ നിന്നും വരും. അതായത് എൻ്റെ ജീവൻ പണയം വെച്ചെങ്കിലും ഞാൻ അവനെ രക്ഷിക്കുമെന്നുള്ള. അപ്പോൾ ആ സ്നേഹം ഒരു ആക്ഷൻ നമ്മളിലേക്ക് കൊണ്ടുവരും. അതായത് ആ സ്നേഹത്തിൻ്റെ ഫലമായിട്ടൊരു കർമ്മം നമ്മളിൽ സ്വാഭാവികമായിട്ടത് നമ്മളിലേക്ക് വരുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ നിരവധി സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസം പറയുന്ന സ്ഥലത്തെല്ലാം 10-ലധികം സ്ഥലത്ത് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മം, അവിടെ വിശ്വാസവും കർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർമ്മം വരും. കർമ്മം വരുന്നില്ലെങ്കിൽ ആ വിശ്വാസത്തിൽ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ഒരാൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട്
അയാൾ ഒരു കർമ്മവും ചെയ്യുന്നില്ലെങ്കിൽ സാങ്കേതികമായിട്ട് നമ്മൾ അയാളെ മുസ്ലിമായിട്ട് നമ്മൾ എണ്ണും. അയാൾ ഇസ്ലാമികമായിട്ട് തന്നെ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഖബർസ്ഥാനിൽ തന്നെ അദ്ദേഹത്തെ ഖബറടക്കെങ്കിലും ദുനിയവിയായിട്ട് അദ്ദേഹം ഇസ്ലാമിലായിട്ട് നമ്മൾ എണ്ണെങ്കിലും പാരത്രിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കണ്ണിൽ അയാൾ മുസ്ലിം ആണോ എന്നുള്ളത് അത് മറ്റൊരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സംശയമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനേറെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം നമസ്കാരത്തെ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസത്തിൻ്റെയും കുഫറിനും ഇടയിലുള്ള അതിർവരമ്പായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരമാകുന്ന കർമ്മത്തെ പോലും എണ്ണിയിട്ടുള്ളത്. അത് മൂന്നും ഒരേ രൂപത്തിലുണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ ഈമാൻ യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നുള്ളൂ എന്നുള്ള. അതിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അയാളുടെ ഈമാൻ അത് സമ്പൂർണ്ണത അല്ലെങ്കിൽ അത് പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ്. മൂന്നെന്ന് വെച്ചാൽ നേരത്തെ ഒരിക്കൽ കൂടെ ആവർത്തിക്കുകയാണ്. ഒരാൾ കേവലം അറിഞ്ഞതുകൊണ്ട് അയാളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല. ഇനി അറിഞ്ഞതിന് ശേഷം അത് വിശ്വസിച്ചത് കൊണ്ടും മാത്രമായില്ല, ആ വിശ്വാസം ഹൃദയത്തിലുള്ള വികാരവുമായിട്ട് അതിനെ കൂട്ടിയിണക്കേണ്ടതുണ്ട്. അതെല്ലാമായിട്ടും ഒരാൾ യാതൊന്നും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെയും അത് പൂർത്തിയാകുന്നില്ല. അപ്പോൾ അതെല്ലാം ഒരേ രൂപത്തിൽ അതിനെ നമ്മൾ കൂട്ടിയിണക്കുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അത് ഈമാൻ പൂർത്തിയാകുന്നത്. സുബ്ഹാനല്ലാഹ്. അവസാനമായിട്ട് നമ്മൾ ഇതുവരെ പറയപ്പെട്ട കാര്യങ്ങൾ, ഈമാൻ്റെ 3 സ്തംഭങ്ങൾ, ആ ഒരു വിശദീകരണം, അത് എളുപ്പത്തിൽ ഗ്രഹിക്കാൻ ഉതകുന്ന ഒരു കേസ് സ്റ്റഡി, പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു കേസ് സ്റ്റഡിയാണ് അവസാനമായിട്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതുമായിട്ട് ചേർത്ത് ചിന്തിക്കുക. പരിശുദ്ധ ഖുർആനിൽ 7 സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാച് ലഅനത്തുള്ളയുടെ ചരിത്രം പറയുന്നുണ്ട്. പിശാചിനെ നമുക്കറിയാം, പിശാച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ്, അതേപോലെ തന്നെ മരണാനന്തര ജീവിതം, അതെല്ലാം പിശാച് അംഗീകരിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിന്റെ 36-ാമത്തെ വചനത്തിൽ പിശാച് ലഅനത്തുള്ള തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നടത്തുന്ന ഒരു പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുന്നുണ്ട്. ഖാല റബ്ബി അൻളിർനി ഇലാ യൗമി യുബഅസൂൻ. ഓ അല്ലാഹ്, ഓ റബ്ബേ, അന്ത്യനാളിൻ്റെ ആ ഒരു സമയം വരെ നീ എനിക്ക് അവധി നീട്ടിത്തരണേ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സൃഷ്ടാവ്, അതേപോലെ തന്നെ അന്ത്യനാളുണ്ട്. മലക്കുകളിലും അതേപോലെ തന്നെ പ്രവാചകരിലും വേദഗ്രന്ഥത്തിലെല്ലാം പിശാച് വിശ്വസിച്ചിരുന്നു, അത് അംഗീകരിച്ചിരുന്നു. അപ്പം കേവലം അംഗീകാരം കൊണ്ട് മാത്രമായില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാച് ലഅനത്തുള്ളയെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ, പിശാച് കാഫിരീങ്ങളിൽപ്പെട്ടവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. കേവലം അത് ഉരുവിട്ടത് കൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചത് കൊണ്ട് മാത്രം ഒരാളുടെ ഈമാൻ പൂർത്തിയാകുന്നില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. പക്ഷേ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഹൃദയത്തിൽ അത് ബോധ്യമുണ്ടെങ്കിലും ആ ബോധ്യം, ഞാൻ നേരത്തെ പറഞ്ഞ 2ാമത്തെ പോയിന്റ്, അതായത് ഹൃദയത്തിലെ വികാരങ്ങളുമായിട്ട് നമ്മൾ അതിനെ കൂട്ടിക്കെട്ടേണ്ടതുണ്ട്. ആ രൂപത്തിൽ അതിനെ ബന്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ അതിലൂടെ പുറത്തു വരുന്ന ചില വികാരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള സ്നേഹം, അത്തരത്തിലുള്ള ആ ഒരു വികാരം പിശാചിൻ്റെ കാര്യത്തിൽ സംഭവിച്ചില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹത്തേക്കാൾ ഉപരി തൻ്റെ അഹങ്കാരം, ആ അഹങ്കാരത്തെയാണ് ആ സ്നേഹത്തിൻ്റെ മുകളിൽ പിശാച് പ്രതിഷ്ഠിച്ചത്. അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കൽപ്പന ധിക്കരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞ സന്ദർഭത്തിൽ ഒരു ആക്ഷൻ പുറത്തു വന്നില്ല, അല്ലെങ്കിൽ ആ സുജൂദ് ചെയ്യാൻ പിശാച് ലഅനത്തുള്ള വിസമ്മതിക്കുകയാണ്. അപ്പം സാങ്കേതിക അർത്ഥത്തിൽ അത് അംഗീകരിച്ചിരുന്നു, പക്ഷേ ഈമാനില്ല, കാഫിറാണ്. കാരണം ആ ഈമാൻ കാരണം ഉത്ഭവിക്കേണ്ട അല്ലെങ്കിൽ പുറത്തു വരേണ്ട ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ് പിശാചിൻ്റെ കാര്യത്തിൽ പുറത്തു വന്നില്ല. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്തേക്കാൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യതയേക്കാൾ അല്ലെങ്കിൽ അല്ലാഹുവിനോടുള്ള ഭയത്തേക്കാൾ ഉപരി അതിനേക്കാളെല്ലാം മുകളിൽ പിശാച് തൻ്റെ അഹങ്കാരത്തെ പ്രതിഷ്ഠിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. സുബ്ഹാനല്ലാഹ്. ഇനി മറ്റൊരു കാര്യം നമ്മൾ വിട്ടത്, ആ ഈമാൻ്റെ 2ാമത്തെ സ്തംഭം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുക എന്നുള്ള. അതും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. ഹൃദയത്തിൽ ഒരാൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടതുണ്ട്. അതില്ലെങ്കിൽ അത് ഈമാൻ പൂർത്തിയാകുന്നില്ല. അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂ ത്വാലിബ്. നമുക്കറിയാം, അബൂ ത്വാലിബ് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് പറയുന്നുണ്ട്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. പിതൃവ്യ, നിങ്ങൾ ഒരു തവണയെങ്കിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഒരു കലിമ നിങ്ങൾ ഉരുവിടുക. ഒരു തവണ നിങ്ങൾ ഉരുവിടുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തർക്കിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ പോലും അത് ഉരുവിടാൻ അബൂ ത്വാലിബ് അവസാന സന്ദർഭം വരെ സന്നദ്ധാകുന്നില്ല എന്നുള്ളതാണ്. അബൂ ത്വാലിബിന് കൃത്യമായിട്ട് അറിയായിരുന്നു ഹൃദയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്നും അതേപോലെ തന്നെ ഇസ്ലാം
അത് സത്യമതമാണെന്നും അദ്ദേഹത്തിന് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ അതൊരിക്കൽ പോലും അത് ഏറ്റുപറയാൻ അദ്ദേഹം സന്നദ്ധായില്ല എന്നുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് നമ്മൾ ഹിറാക്ലിയ ചക്രവർത്തിയുടെ കാര്യത്തിലും സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാണെന്നും അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടാവ്, ഇസ്ലാം സത്യം അതാണെന്നെല്ലാം അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയായിരുന്നു. ഹദീസ് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ അതൊരുവിടാൻ, അത് അംഗീകരിക്കാൻ അദ്ദേഹം സന്നദ്ധായില്ല. കാരണം അദ്ദേഹം അതിനെല്ലാം മുകളിൽ അദ്ദേഹത്തിൻ്റെ അധികാര താല്പര്യങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹുവതആലയുള്ള സ്നേഹത്തേക്കാൾ, അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ മുകളിൽ അദ്ദേഹം അധികാരം, അദ്ദേഹത്തിൻ്റെ ആ വ്യക്തി താല്പര്യങ്ങൾ അദ്ദേഹം പ്രതിഷ്ഠിക്കുകയാണ്. അബൂ ത്വാലിബിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യ ബോധം അദ്ദേഹം കൈവടിയാൻ സന്നദ്ധാകുന്നില്ല. ഈ ഒരു ഭാഗത്ത് അധികാര താല്പര്യങ്ങളാണ്. അപ്പം യഥാർത്ഥത്തിൽ ഈമാൻ അടിയുറച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും മുകളിൽ അള്ളാഹു സുബ്ഹാനഹുവതആലയുള്ള സ്നേഹം, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം ഒരാൾ പ്രതിഷ്ഠിക്കും. അത്തരത്തിൽ പ്രതിഷ്ഠിക്കുന്ന സന്ദർഭത്തിലെ ആ ഈമാൻ പൂർത്തിയാകുന്നുള്ളൂ എന്നുള്ള സുബ്ഹാനല്ലാഹ്. അപ്പം ഇൻഷാ അല്ലാഹ് എന്താണ് ആ ഈമാൻ എന്നുള്ള പദം, അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ, അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ വിശദീകരിക്കാതെ പോയ, അതായത് ഈമാൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതെല്ലാം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കാനും നാളെ വിജയമായിക്കൊണ്ട് സ്വർഗ്ഗലോകത്ത് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ഈ റമദാൻ എല്ലാ അർത്ഥത്തിലും ഈ റമദാൻ ഏറ്റവും ഭംഗിയുള്ള റമദാനാക്കി മാറ്റാൻ കഴിയുന്നത്ര പ്രവർത്തനങ്ങളിലൂടെ അതിനെ ജീവിപ്പിക്കാനുള്ളൊരു സൗഭാഗ്യം നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.